മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലം സ്വന്തം ഏറ്റില്ല കണ്ണൂർ. എന്നാൽ ആ കണ്ണൂർ സ്ക്വാഡ് ഇപ്പോൾ പിണറായിയെ കൈവിട്ടു. പിന്നാലെ എറണാകുളം, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം അങ്ങനെ എല്ലായിടത്തും പിണറായി വിജയന് തിരിച്ചടികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തവണ വിമർശനം മാത്രമല്ല, ആ മന്ത്രി കസേര രാജിവെച്ച് പുറത്തു പോണം ഹേ എന്നാണ് CPM-കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സംസാരിക്കാനും CPM-ന് ധൈര്യമുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ട് വീണാ വിജയൻ വാ തുറക്കുന്നില്ല എന്നും വാ തുറക്കേണ്ടത് അനിവാര്യമാണെന്നുമാണ് ഇപ്പോൾ CPM നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായിക്കെതിരെ ഒരു വിമത സഖ്യം അത് രൂപപ്പെടുന്നുണ്ട്. പ്രമുഖ മുൻനിര നേതാക്കൾ അതിനുള്ള ചരടുവലികൾ അണിയറയിൽ നടത്തിയെന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ നേതാക്കൾ ആര് എന്നുള്ളതും വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. പിണറായി വിജയനെ എക്കാലവും പിടിച്ചു നിർത്തിയ, പിന്തുണച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി അവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും അവിടെയും കടുത്ത വിമർശനമാണ് പിണറായിക്കെതിരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പതിവ് രീതികളൊക്കെ തന്നെ മാറ്റി നിർത്തി പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. അതിനുദാഹരണമായി ചൂണ്ടിക്കാണിച്ചതാകട്ടെ VS അച്യുതാനന്ദൻ പക്ഷത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയെ അന്ന് എങ്ങനെയാണ് പിണറായി വിജയൻ പിടിച്ചെടുത്തത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷവും ഇന്നുവരെയും പിണറായിക്കൊപ്പം തന്നെ സഞ്ചരിച്ച ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു അവർ. എന്നാൽ ഇപ്പോൾ പിണറായിയുടെ മൗനത്തിന് പാർട്ടി വലിയ വില നൽകേണ്ടി വന്ന സാഹചര്യം സംജാതമായി എന്നാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം ആളുകളും വിമർശനം ഉന്നയിച്ചത്. നൽകേണ്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. അത് പിടിപ്പുകേടായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ 1-ാം നമ്പർ മിസ്റ്റേക്കായും അതിനെ എടുത്തു കാട്ടുന്നു. നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അത് വെറുതെ കേട്ടിരിക്കാനായി പിണറായിക്ക് സാധിക്കില്ല. അതുകൂടാതെ മകൾക്കെതിരായ ആരോപണത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച അതേ മാതൃക തന്നെയായിരുന്നു പിണറായി വിജയനും പിന്തുടരേണ്ടത്. പക്ഷേ അത് ചെയ്തില്ല. രണ്ട് വശമാണ്. ഒന്ന്, നിയമത്തെ നേരിടാനായി വിട്ടുകൊടുക്കുക. രണ്ട്, സ്ഥാനമാനങ്ങൾ എന്തൊക്കെയാണോ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ച് പരിപൂർണമായി അന്വേഷണത്തോട് സഹകരിക്കുക. ഇത് രണ്ടും ചെയ്യാനായി തയ്യാറായിട്ടില്ല. ഇപ്പോഴും മകളെ സംരക്ഷിക്കുകയും മകൾക്കെതിരെ തിരിയുന്ന ഏജൻസികളെ വേട്ടയാടുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് പൊതുവെയുള്ള വിമർശനം. ഒന്നിനും മറുപടി നൽകാതെ ദേഷ്യത്തോടെയും ക്രോധത്തോടെയും നെറ്റിച്ചുളുക്കിയും ഒക്കെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്, ഭാഷ്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ ധാർഷ്ട്യം തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും വിലയിരുത്തുന്നു. മക്കൾക്കെതിരായ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ശക്തമായ നിലപാടെന്ന് സ്വീകരിച്ചിരുന്നു. എന്തുകൊണ്ടത് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് പിണറായിക്കെതിരെ ഇത്തവണ ഉയർന്നത്. ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ CPM-ന്റെ പ്രബല കേന്ദ്രമായി തന്നെയാണ് കൊല്ലത്തെ പല മേഖലകളും അറിയപ്പെടുന്നത്. കൊല്ലത്തുണ്ടായ തോൽവിയുടെ കാരണം, അതിനുള്ള മൂലകാരണം ആര് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. 10 കൊല്ലം മുൻപത്തെ ചരിത്രം പരിശോധിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്നതാണ്. അന്ന് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രയോഗം, അതിൻ്റെ ഭവിഷ്യത്ത് തന്നെയാണ് കൊല്ലത്ത് ഇന്നും അനുഭവിക്കുന്നത്. എന്നാൽ കൊല്ലം CPM ജില്ലാ കമ്മിറ്റിയും മുഖ്യനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ് വലിയ തിരിച്ചടിയായത്. CPM സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴടങ്ങിയെന്നും കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് കീഴ്പ്പെട്ടുവെന്നുമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. അതായത് എല്ലാം എത്തി നിൽക്കുന്നത് പിണറായിയിലേക്ക്. പിണറായി ചലിപ്പിക്കുന്നതനുസരിച്ച് പാർട്ടി ചലിക്കുന്നുവെന്നും അതുതന്നെയാണ് പരാജയത്തിനുള്ള കാരണമെന്നുമാണ് ഇതിലൂടെ വിലയിരുത്തിയത്.